ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായിരുന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് താമസിച്ചതുകൊണ്ടും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യ ബലവും നൽകി തന്നതുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ യൂട്യൂബ് ചാനലിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സകല മഹത്വമാനോ സ്തുതിയും സ്തോത്രവും വളരെ പ്രാർത്ഥനയോടെ ആദരവോടെ കർത്താവിന്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തിരിഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി 22-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തോട് നിലവിളിച്ച, ദൈവത്തിങ്കിൽ ആശ്രയിച്ച ഭക്തൻ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്ന് നമുക്ക് 22-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതേപോലെയുള്ളവരെ നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവമായി ബന്ധമുള്ള ഒരു ഭക്തൻ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. എന്നാൽ നാം ലജ്ജിച്ചു പോകേണ്ടതിന്, നാം ലജ്ജിതരായി തീരേണ്ടതിന്, നാം നിന്ദിക്കപ്പെടേണ്ടതിന്, നാം നാണം കെടേണ്ടതിന് പലരും പല നിലകളിൽ നമുക്കതിൽ എന്ത് ചെയ്യും? ശ്രമിക്കും, പരിശ്രമിക്കും, നമ്മെ കളിയാക്കും, നിന്ദിക്കും, പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. പക്ഷേ ആരെന്തെല്ലാം നമുക്ക് വിരോധികളായി മാറിയാലും ദൈവത്തിന് വചനം നമ്മോട് പറയുന്നു, നിലവിളിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ലജ്ജിപ്പിക്കാതെ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിന് വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ ഞായറാഴ്ച യൂട്യൂബിലൂടെ വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, എവിടെ നാം നാണം കെട്ടോ, എവിടെ നാം ലജ്ജിക്കപ്പെട്ടോ, ആ ലജ്ജിപ്പിക്കാൻ നോക്കിയവരുടെ മുന്നിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നമ്മെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവം. ലജ്ജകൾ ഒത്തിരി കടന്നു വരാം, നാണക്കേട്, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒരു വല്ലാത്തൊരു അനുഭവം അത് കടന്നു വരാം. പക്ഷെ വന്നാലും ദൈവം അവിടെ മുന്നിൽ എന്ത് ചെയ്യത്തില്ല, നമ്മെ ലജ്ജിപ്പിച്ച് തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല. ദാവീദ് സങ്കീർത്തനങ്ങളിലൂടെ പാടുകയും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് നല്ലവണ്ണം അറിയാം, അവൻ എൻ്റെ ദൈവമേ, ശത്രുക്കൾ എൻ്റെ മേൽ എന്ത് ചെയ്യരുത്, ജയോഷം കൊള്ളരുതേ, അവൻ അവിടെ മുമ്പിൽ എന്നെ തോൽപ്പിച്ചു കളയല്ലേ എന്ന് ദാവീദ് പല പ്രാവശ്യം പല നിലകളിൽ പ്രാർത്ഥിച്ചതായും സംസാരിച്ചതായും നമുക്ക് തിരുവെഴുത്തിലൂടെ കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തും ലജ്ജിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. പല കാരണങ്ങളാലും പല നിലകളിൽ ലജ്ജിക്കപ്പെട്ടവരാണോ നിങ്ങൾ? ഈ ദൂത് നിങ്ങളോട് വ്യക്തമായി ഈ ആഴ്ചയിൽ സംസാരിക്കുക. എവിടെ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടോ, എവിടെ നിങ്ങൾ നാണം കെട്ടോ, ആ നാണത്തിന് പകരം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാനിടയിൽ. എവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടോ, എവിടെ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ട് തലകുനിച്ചോ, അവിടെ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തുവാനിടയാകും. അത് ദൈവിക ഒരു വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ പ്രവചനമാണ്. അതേപോലെയുള്ളവരെ, ലജ്ജിക്കപ്പെട്ടെടുത്ത്, നിന്ദിക്കപ്പെട്ടെടുത്ത്, അപമാനിക്കപ്പെട്ടെടുത്ത് ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് ദൈവാത്മാവിൽ ഈ വചനത്തിൽ ഞാൻ കൈമാറുകയാണ്. അതെ, നമ്മെ ലജ്ജിപ്പിക്കാത്ത, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വർഷങ്ങളായി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാൻ പ്രൊഫൈൽ പിക്ചറായിട്ടിരിക്കുന്നത് ഈ ഒരു വാക്കാണ്, ഈ ഒരു വചനമാണ്. അവനിൽ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ ജീവിതത്തിൽ അനവധി ലജ്ജകൾ, ഒത്തിരി നിന്ദിക്കപ്പെടേണ്ട അവസ്ഥകൾ, ഒത്തിരി പ്രതിസന്ധികളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവം എന്ത് ചെയ്തു? പിടിച്ചു ദൈവം നിർത്തി. ഇന്ന് ദൈവം മാനിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രവചനാത്മാവിൽ ഒരു ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ കൈമാറാ വചനം എടുത്തിട്ടുണ്ടോ? ഒരിക്കലും ദൈവം നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ലജ്ജിപ്പിച്ച് താളടിയാകാൻ, നാണം കെടാൻ, തല കുനിയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇടയായി തീരും. അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നുപോകാത്ത നിത്യലജ്ജയോടെ തന്നെ. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, എന്നെ വെറുതെ ഉപദ്രവിക്കുന്നവരെന്ത് ചെയ്യും? ഇടറിപ്പോകും, അവർ ലജ്ജിക്കപ്പെടും, അവർ നാണിച്ചു പോകും. അവർ വെറുതെ എന്നെ ഉപദ്രവിക്കുകയാൽ നിത്യലജ്ജയോടെ എന്ത് ചെയ്യും? അവർ നാണം കെട്ടുപോകും. പ്രിയമുള്ളവരെ, ഒരു കാരണമില്ലാതെ, ഒരു ന്യായമില്ലാതെ
നാം ലജ്ജിച്ചു പോകേണ്ടതിന്, നാം നാണം കെടേണ്ടതിന്, നാം തല കുനിക്കപ്പെടേണ്ടതിന്, ആര് നമുക്ക് വിരോധമായി വെറുതെ ഉപദ്രവിച്ചാലും ദൈവത്തിന്റെ വചനം ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമായുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൽ മുന്നേറുന്ന ഒരു ദൈവവിധനോട് ദൈവം പറയുകയാണ്, നാം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. തിരിച്ച് അവരെന്ത് ചെയ്യും? ലജ്ജിച്ചു പോകുവാനിടയാകും. ദൈവസന്നിധിയിൽ വിരോധമായി പ്രവർത്തിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, നമ്മെ ലജ്ജിപ്പിക്കാൻ നോക്കുന്ന ആരുമാകട്ടെ, അതൊരു വിശ്വാസിയാകാം, അത് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാകാം, ആരുമാകട്ടെ, പക്ഷെ അവർ സ്വയം എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. വചനം പഠിപ്പിക്കുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർ ലജ്ജിച്ച് അമ്പരന്ന് അവർ തകർന്നു പോകുമെന്നൊക്കെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. എന്നാൽ ദൈവനാമ നിമിത്തം ലജ്ജിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ടവർക്ക് ഒരു വലിയ പ്രതിഫലമുണ്ടെന്ന് വചനം പറയുന്നു. ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മെ വെറുതെ ഉപദ്രവിക്കുന്നവർ ഇടറിപ്പോക. അവർ നിത്യലജ്ജയോടെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മാത്രമല്ല, കർത്താവിന്റെ സന്നിധിയിലും നിത്യതയിലും അവരെന്ത് ചെയ്യും? നമ്മുടെ മുന്നിൽ ലജ്ജിച്ചു പോകും, നാണം കെട്ടുപോകും. ഇന്ന് ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, മനഃപൂർവ്വം ഒരു കാരണമില്ലാതിരിക്കെ കാരണങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി നിങ്ങളെ നാണം കെടുത്തുവാൻ, നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ, ആര് നോക്കിയാലും അവൻ ലജ്ജിപ്പിക്കാൻ നോക്കിയുടെ മുന്നിൽ നിങ്ങളെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാരെ ലജ്ജിപ്പിക്കാൻ ശത്രു പലവട്ടം നോക്കിയെന്നാൽ അവിടെയെല്ലാം ദൈവം മാനിച്ചു. നമ്മുടെ കർത്താവിന് കടന്നു വന്ന നിന്നയും ലജ്ജയും പലവിധമാ, അത് സഹിക്കാൻ കഴിയുള്ളതല്ല. എന്നാൽ മൂന്നാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ലജ്ജകൾക്ക് ഒരു മറുപടി കൊടുത്തു. ലജ്ജിപ്പിച്ചയുടെ മുന്നിൽ യേശുവിനെ ദൈവം മാനിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ നിന്ദിക്കാൻ നോക്കിയ, നമ്മളെ നാണം കെടുത്താൻ നോക്കിയുടെ മുന്നിൽ നമ്മളെ മാനിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരു കൂട്ടർ ചേർന്ന് ദാനിയേലിനെ ലജ്ജിപ്പിക്കാൻ നോക്കി, പക്ഷേ അവനെ ദൈവം ലജ്ജിപ്പിച്ചില്ല. അവനെ വെറുതെ ഉപദ്രവിച്ചവനെന്ത് ചെയ്തു? ഇടറിപ്പോയി, അവർ നശിച്ചു പോയി. എന്നാൽ അവൻ ദാനിയേലിനെ ദൈവം എന്ത് ചെയ്തു? മാനിപ്പാനിടയായി. ഒത്തിരി പ്രതിഫലം കൊടുത്തു, ദൈവം അവനെ ഉയർത്തുവാനിടയായെന്ന് വചനത്തിൽ വായിക്കുന്നു. പ്രിയമുള്ളവരെ, യോസേഫിനെ പോലെ എവിടെയെങ്കിലും ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലജ്ജിപ്പിക്കപ്പെട്ടവരുടെ നടുവിൽ ദൈവം നമ്മളെ ഉയർത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവനാമ നിമിത്തം നിങ്ങൾ ലജ്ജിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യരുത്? നിങ്ങൾ പിറുപിറുക്കരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ദൈവനാമം ധരിച്ച് വിശ്വാസത്തോടെ മുന്നേറട്ടെ. ഈ ആഴ്ചയിൽ ദൈവാത്മാ ദൂത് കൈമാറുന്നു. നമ്മളെ ലജ്ജിപ്പിക്കാൻ നോക്കിയുടെ മുന്നിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നമ്മെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകട്ടെ. ഏത് പ്രതിസന്ധികളിലും കൈവിടാതെ ലജ്ജിപ്പിച്ചവരുടെ നടുവിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ വചനത്തിൽ നിന്ന് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ കേട്ട വചനം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ലജ്ജിപ്പിച്ചവരുടെ നടുവിൽ ദൈവം നമ്മെ മാനിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.